ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ കുമാരസ്വാമി ഇന്ന് നമ്മുടെ സ്വന്തം അനന്തപുരിയിലേക്ക് വരുന്ന ദിനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഷെർണീച്ചിയും അമ്മയും കുഞ്ഞു വാവയും എല്ലാവരും കൂടി ഇന്ന് നമ്മുടെ ഭഗവാനെ കാണാനായിട്ട് കരമനയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിന്ന് ഓട്ടോ വന്നില്ല. സോ നമ്മൾ കുറച്ച് ജംഗ്ഷൻ്റെ കുറച്ച് അകത്തോട്ട് നടന്ന് പോവാം വിചാരിച്ചു. ഓട്ടോ പിടിച്ച് അങ്ങനെ നമ്മൾ ജംഗ്ഷനിൽ കുറച്ച് അങ്ങോട്ട് നടക്കുകയാണ് വീടിൻ്റെ സൈഡിൽ. ആൻഡ് പിന്നെ എന്താ പറയുക, ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. കാരണം ഞാൻ ഇത്രയും വർഷമായിട്ടും ഞാൻ ഇങ്ങനെ ഘോഷയാത്രയായിട്ട് ഭഗവാനെ കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ല. എൻ്റെ ഈ 22 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നേരിട്ട് കാണാൻ ഒരു സൗഭാഗ്യം കിട്ടി. അപ്പോൾ ഘോഷയാത്ര പോകുന്നതിൻ്റെ തൊട്ടടുത്തുള്ള കരമന സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ ഇതുപോലെ ഘോഷയാത്ര വരുന്നതിനോടനുബന്ധിച്ച് നമുക്ക് ക്ലാസ് നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു. 4:30ക്കാണ് സാധാരണ ക്ലാസ് വിടുന്നത്. അപ്പോൾ അന്ന് ഒരു 3:30, 3 ഒക്കെ ആയപ്പോഴത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഘോഷയാത്ര ആയതുകൊണ്ട് തന്നെ അവിടെ റോഡൊക്കെ വൃത്തിയാക്കുന്നതും അവിടെ തട്ടങ്ങളൊക്കെ നിർത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഇങ്ങനെ ഘോഷയാത്ര വരുന്നതും ഭഗവാൻ വരുന്നതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇന്ന് നമുക്കത് കാണാൻ പറ്റി. എനിക്കത് കാണാൻ പറ്റി. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. എന്തായാലും എനിക്കും ഇത് ഒരു പുതിയ അനുഭവമാണ്. അപ്പോൾ ഭവി ലച്ചു അങ്ങനെ ഒരുപാട് പേരുണ്ട് കുഞ്ഞിന്. അപ്പോൾ ലച്ചൂസായാലും ഞാനായാലും ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഭയങ്കര വണ്ടറടിച്ചായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ദൈവത്തിനെ കാണുമ്പോൾ ആരും വണ്ടറടിക്കില്ല, സന്തോഷമാവുള്ളൂ, ബ്ലെസ്ഡ് ഫീൽ ആവുള്ളൂ അല്ലേ. അപ്പോൾ എന്താ പറയുക, സന്തോഷം കണ്ടാൽ ഞാനങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ വേറെ എന്താ, ഭഗവാനെ കണ്ടു. ഇനി ഭഗവാൻ നമ്മുടെ പൂജപ്പുരയിലോട്ട് വരുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് സ്വന്തം മദർ ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എനിക്ക് പൂജപ്പുര. എൻ്റെ സ്ഥലമാണ് പൂജപ്പുര. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പൂജപ്പുരയിൽ നവരാത്രി ഉത്സവം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നവരാത്രി ഉത്സവം ഇന്ന് 22-ാം തീയതി തൊട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പൂജപ്പുരത്തെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ചെയ്തില്ലെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും. കാരണം ഇറ്റ്സ് മൈ മദർ ടൗൺ. ആൻഡ് പിന്നെ എന്താ, വേറെ ഒന്നും പറയാനില്ല. ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ്സ് എൻ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ ദാറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഭഗവാൻ വരുന്നത് കാണുന്നത്, ഘോഷയാത്രയെല്ലാം കാണുന്നത്. ആനയും പോലീസും ഒക്കെ വരുന്നത് ഇങ്ങനെ പല ഘോഷയാത്രകൾ കണ്ടിട്ടുണ്ട്. പല അമ്പലങ്ങളിൽ നിന്നും ഘോഷയാത്ര കണ്ടിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശംഖുമുഖത്തിൽ പോകുന്ന ആ ഒരു ആറാട്ടിൻ്റെ സമയത്തും എയർപോർട്ട് വഴി പോകുന്നൊരു വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അമ്പലവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഘോഷയാത്രകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഈ ഓണാഘോഷം പോലുള്ള പരിപാടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. ബട്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ ഭഗവാൻ വരുന്നത് ആ ഒരു ഘോഷയാത്ര ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇറ്റ്സ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ. അതൊരു വാക്കിലൂടെ പറഞ്ഞ് തീർക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല അത്. കാരണം അത്രയ്ക്ക് വളരെ വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കാണ്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലോങ് വീഡിയോ ഇടുന്നത്, ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടാൽ പോരെ, അതല്ല റീച്ച് എന്ന്. ഞാൻ ആക്ച്വലി റീച്ചല്ല, ഒരു മെമ്മറീസ് കീപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോണ് നിന്നും ഈ ഡേറ്റാസൊക്കെ പോയാലും യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു സ്പേസിൽ എത്ര വർഷം കഴിഞ്ഞാലും ഈ വീഡിയോസ് കാണും. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും എൻ്റെ അടുത്ത തലമുറയായാലും അതിൻ്റെ അടുത്ത തലമുറയായാലും അതിൻ്റെ അടുത്ത തലമുറയായാലും ഇതൊക്കെ കാണാൻ പറ്റും. സോറി, എനിക്ക് ത്രോട്ട് കുറച്ച് ഇഷ്യൂ ഉണ്ട്. തണുത്ത വെള്ളം ഞാനും ഷർണേച്ചിയും കൂടെ ഇന്ന് പുറത്ത് പോയപ്പോൾ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഷാർജ കുടിച്ചതിന് ശേഷം ചെറിയൊരു തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്. അതുകൊണ്ടാട്ടോ, വേറൊന്നും വിചാരിക്കരുത്, സൗണ്ട് ഇടറും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ബാക്ക് ടു മൈ വീഡിയോ. നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ എന്താ പറയുക, ഈ ഘോഷയാത്ര കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയണം. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഭഗവാനെ കാണാൻ പറ്റുന്നത് തന്നെ വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഭഗവാൻ 3 അമ്പലങ്ങളിലായിട്ട് പോകുന്നുണ്ട്. കുണ്ടടിമങ്ക, പിന്നെ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ അറിയില്ല, സോറി. ഞാൻ എല്ലാം പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, കറക്റ്റ് അറിയത്തില്ല. അറിയാമെന്നുള്ള ആരെങ്കിലും കമൻറ്റ് ചെയ്യണേ. ഹിന്ദു ആയിട്ട് അറിയില്ലല്ലോ എന്ന് നിങ്ങളാരും കളിയാക്കരുത്, എനിക്ക് അറിയാത്തതുകൊണ്ടാണ്, സോറി. കൊണ്ടണിമങ്ക അമ്മ വരുന്നതും വെളിമല കുമാരസ്വാമി വരുന്നതും മാത്രമേ എനിക്കറിയാവൂ. അത് ബാക്കി
അപ്പോൾ ബാക്കി ദൈവങ്ങളെ കാണാൻ ഇനി പോകും. 3 അമ്പലങ്ങളായിട്ട് വെക്കും എന്നറിയാം. അപ്പോൾ ആ അമ്പലത്തിലെല്ലാം പോകുന്നുണ്ട്. പോകുന്നതെല്ലാം വ്ലോഗ് എടുക്കും. കാരണം ഭവിക്കുട്ടി വന്നതിന് ശേഷം ആദ്യമായിട്ട് അവൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാണ് ഇതൊക്കെ. സോ നമ്മൾ എന്തായാലും പോകും. അപ്പോൾ അതെല്ലാം വ്ലോഗായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.